എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതുമയല്ല ആക്ച്വലി. ഞാൻ കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമയുടെ പാറ്റേൺ എന്ന് പറഞ്ഞ ത്രില്ലറാണ്. അപ്പോൾ അതിൽ തന്നെ ഒത്തിരി ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് ആക്ച്വലി. കാരണം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ചെയ്ത 2 ഒരു ഒറിജിനൽ ത്രില്ലർ എന്ന് പറയുന്നത് മെമ്മറീസാണ്. ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഒരു മിസ്റ്ററി മൂവിയായിരുന്നു, ഒരു സസ്പെൻസ്, കുറ്റാന്വേഷണം, അതാണ്. പിന്നെ ഒരു ത്രില്ലർ കാറ്റഗറി പെടുത്താവുന്നത് ദൃശ്യമാണ്. ഊഴവും ആദ്യമൊക്കെ ഒരു ആക്ഷൻ മൂവിയുടെ ഇതിലുള്ളതാണ്. ഓഫ് കോഴ്സ് ദർ ഇസ് ത്രില്ലിങ് സീക്വൻസസ്, പക്ഷേ അതുകൊണ്ട് അതിനൊരു ത്രില്ലറിന് ആ ഒരു ഗണത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേ, ഇതിനു മുമ്പ് ഞാൻ ചെയ്ത മമ്മി ആൻഡ് മീയും, മൈ ബോസും, ലൈഫ് ഓഫ് ജോസൂട്ടിയൊക്കെ ജനങ്ങൾ മറക്കുകയാണ്. അതിൽ തന്നെ മൈ ബോസും മമ്മി ആൻഡ് മീയും അന്നത്തെ വലിയ ഹിറ്റുകളായ 2 പടങ്ങളാണ്. ഹ്യൂമർ ബാക്ക്ഗ്രൗണ്ടും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ളത്. അപ്പോൾ കുറച്ച് നാളായിട്ട് എന്നെ ഈ ഒരു ത്രില്ലർ കാറ്റഗറി പെടുത്തിയപ്പോൾ അന്ന് തൊട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, ഒരു ഹ്യൂമർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫീൽ ഗുഡ്, ഒരു ഫാമിലി എൻ്റർടൈനറായിട്ടൊരു സിനിമ ചെയ്യണമെന്ന്. അപ്പോൾ ആ സമയം അതുപോലെ തന്നെ പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യുന്നു, എന്തുകൊണ്ട് പുതിയ ചെറുപ്പക്കാരെ വെച്ചിട്ട് എന്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇതും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ മിസ്റ്റർ ആൻഡ് മിസ് റൗഡിയുടെ കഥയുടെ ഒരു തോട്ട് വന്നപ്പോൾ അത് എന്താ പറയുക, അത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ഒരു ഹ്യൂമറിൽ ബേസ് ചെയ്ത് ഒരു യൂത്തിൻ്റെ സിനിമയാക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നു. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇരുന്ന് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തു. എന്നാൽ ഇതൊരു യൂത്തിൻ്റെ മാത്രം സിനിമയെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഒരു കുടുംബമായിട്ട് വന്ന എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണാവുന്ന. കാരണം ഇതിനകത്ത് കുടുംബ ബന്ധങ്ങളുടെയൊക്കെ കഥ പറയുന്നുണ്ട്. പക്ഷെ കൂടുതലും അതാ ഒരു 5 ഇതിനകത്തൊരു 6 പേരുണ്ട്, ഇൻക്ലൂഡിങ് അപർണ. 5 ചെറുപ്പക്കാരും അപർണയുടെയും കഥയാണ്. അതിൻ്റെ സൈഡിൽ കൂടെ അവരുടെ ഫാമിലിയെക്കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്ത് പോകുന്നുമുണ്ട്. അപ്പോൾ പുതുമയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഇത് പക്ഷേ ഒരു ക്ലീൻ ഫാമിലി എൻ്റർടൈനറാണ്. ഒരു ഹ്യൂമർ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ഹ്യൂമറിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്യുന്നൊരു സിനിമയാണ്. അതാണ് മിസ്റ്റർ ആൻഡ് മിസ് റൗഡി. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബ്രാൻഡഡായിട്ട് കിടക്കാൻ താല്പര്യം. ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സിനിമകൾ ചെയ്യണം. എനിക്കൊരു കുട്ടികളുടെ സിനിമ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പിന്നെ ഒരു ഫാമിലി ഡ്രാമ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ട്രാപ്പിനകത്ത് ഞാൻ പെട്ടുപോയി. അതിപ്പോൾ ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് ഞാനായിട്ട് വരുത്തി വെച്ചതാണ്. പക്ഷേ ഒരിക്കലും മെമ്മറീസ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ദൃശ്യം ചെയ്യണമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത് പോയതല്ലായിരുന്നു. ദൃശ്യം ഞാൻ വേറൊരാൾക്ക് വേണ്ടി എഴുതിയൊരു സ്ക്രിപ്റ്റായിരുന്നു. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും വന്ന് ഞാനത് ഏറ്റെടുത്തപ്പോൾ എന്നാൽ ഞാൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെയ്തതാണ്. എൻ്റെ പ്ലാനിങ്ങിനകത്തുണ്ടായിരുന്നതല്ലായിരുന്നു ദൃശ്യം. അപ്പോൾ ബാക്ക് ടു ബാക്ക് 2 ത്രില്ലർ മൂഡിലുള്ള 2 സിനിമകൾ അതങ്ങ് വൻ ഹിറ്റാകുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ അത് പൊളിക്കാൻ വേണ്ടി തന്നെ ബോധപൂർവ്വം ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തു. എനിക്കറിയാം അതിൻ്റെ ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻ ലെവലുണ്ടാവും. പക്ഷേ എനിക്കങ്ങനെ എന്താ പറയുക, സക്സസ്സിന് വേണ്ടി വീണ്ടും വീണ്ടും ത്രില്ലർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ എൻജോയ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനത് എൻജോയ് ചെയ്യുന്നത് എനിക്ക് വ്യത്യസ്തത കിട്ടുമ്പോഴാണ്. കാരണം ലൈഫ് ഓഫ് ജോസൂട്ടി കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനത്തെ പടമെന്ന്, ചേട്ടൻ ത്രില്ലർ ചെയ്താൽ മതി. ഈ പയ്യൻ തന്നെ ഞാനൊരു 3-4 ത്രില്ലർ ചെയ്യുമ്പോൾ പറയും, എന്തൊക്കെ പറഞ്ഞാലും 4 ത്രില്ലർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി സമാനതകളുണ്ടാവും, കഥകളിലും ക്യാരക്ടറുകളിലും മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവർ തന്നെ പറയും, അത് മറ്റേ സിനിമയുടെ ഇതുപോലെ തോന്നിയെന്ന്. അപ്പോൾ ഇത് രണ്ടും പറയും. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഓക്കെ, മാറി ചിന്തിക്കുക. പക്ഷേ ആദ്യമൊക്കെ ചെയ്തപ്പോൾ അതൊരു ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടത്. അതിനെയും ത്രില്ലർ ഗണത്തിലാണ് പെടുത്തിയത്. അപ്പോൾ എന്തായാലും വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് ഇനി അങ്ങനത്തെ സിനിമകളിലേക്ക് എന്ന് കരുതി ഞാൻ ത്രില്ലർ ചെയ്യാലെന്നല്ല, ഒരു ത്രില്ലർ ചെയ്യും, ചിലപ്പോൾ അത് കഴിഞ്ഞൊരു ഫാമിലി സിനിമ ചെയ്യും, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു കുട്ടികളുടെ സിനിമയും, അങ്ങനെ പോകണം എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു പ്ലാൻ. മിസ്റ്റർ ആൻഡ് മിസ് റൗഡി എന്ന് പറയുന്ന സിനിമ ആക്ച്വലി അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് 5 ചെറുപ്പക്കാരുടെ കഥയാണ്. അതിലെ ഒരു ലീഡറാണ് അപ്പു എന്ന് പറയുന്നത്. അതാണ് കാളിദാസ് ചെയ്യുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ ദുരന്തം, അതിനെ തുടർന്നുണ്ടായി ഈ 5 പേരെയും സൊസൈറ്റി അങ്ങ് എന്താ പറയുക, യുവമാർ കുറേ തല്ലിപ്പൊളികളാണെന്ന് അങ്ങ് സൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് പലതും നഷ്ടപ്പെട്ടു. ഒരു വിദ്യാഭ്യാസം, അങ്ങനെ പലതും നഷ്ടപ്പെട്ടു.
അപ്പോൾ പിന്നീട് അവരുടെ ഒരു സർവൈവൽ എന്ന് പറയുന്നത് അവരെ ഏത് കാറ്റഗറിയിലേക്ക് ജനം വിധി എഴുതിയോ അല്ലെങ്കിൽ എഴുതിയോ ആ ഇതിൽ തന്നെ, അതായത് ഒരു ഗുണ്ടായിസോ അല്ലെങ്കിൽ കൊട്ടേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ. അപ്പോൾ കറക്റ്റ് അവർക്കൊരു ഇതിപ്പോൾ കൊച്ചിയുടെ ഒരു ഔട്ട്സ്കേർട്സിൽ നടക്കുന്ന കഥയാണ്. അതായത് കൊച്ചിയുടെ സറൗണ്ടിങ്സിലുള്ള ഗ്രാമത്തിൽ ഇപ്പോൾ എന്താ പറയുക ചെല്ലാനം ആ ഭാഗത്തൊക്കെ ആയിട്ട്. അപ്പം അവർക്ക് പരിചയമുള്ള ഒരാളുണ്ട് കൊച്ചിയിൽ ഇന്ന് നമ്പർ 1 ഒരു കൊട്ടേഷൻ്റെ ഇതാണ്. അപ്പോൾ അവർക്ക് അവനെപ്പോലെ ആവണം എന്നുള്ളൊരു സ്വപ്നത്തിൽ അവർ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. പക്ഷേ അതിൻ്റെ ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇതുങ്ങൾ പാവുക, ലുക്കിലും സ്വഭാവത്തിലും എന്തിൻ്റെ പേരിൽ പോലും ഒരു റൗഡിയുടെ യാതൊരു എന്താ പറയുക സംഭവങ്ങളില്ല. അപ്പോൾ അതിനകത്തുണ്ടാകുന്നൊരു വിരോധാഭാസം ഉണ്ടല്ലോ. ഇപ്പോൾ അങ്ങനെ പ്രാപ്തിയില്ലാത്തവർ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇതിനകത്തെ ഹ്യൂമർ. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ സട്ടിൽ ഹ്യൂമറാണ്. നമ്മളുടെ ആത്യന്തികമായിട്ട് ആ 5 പേരുടെ ഇടയിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി വന്ന് ജോയിൻ ചെയ്യും. ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സർവൈവലിന് വേണ്ടിയിട്ട് ഇവരോട് ഇടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരോട് ഫൈറ്റ് ചെയ്യും. അപ്പോഴാണ് ഇവർ റിയലൈസ് ചെയ്യുന്നത് ഇവരെക്കാൾ വലിയ ഗുണ്ടയാണ് അവളെന്ന്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവമാണെന്നുള്ളത്. അല്ല, അവളൊരു ഗുണ്ടയൊന്നുമല്ല. അപ്പോൾ ആ ക്ലാഷസിൽ നിന്നുണ്ടാകുന്ന ഒരു രസമുണ്ടല്ലോ, അതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം വേറൊന്നുമില്ല, തിയേറ്ററിൽ വരുന്ന ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യുക, ചിരിപ്പിക്കുക, അതൊക്കെയാണ്. പക്ഷേ ഇപ്പം നമുക്കിപ്പോൾ ഉടനെ എല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ ടീസർ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇതിനെ ജിത്തു ജോസഫ് മൈബോസിന് ശേഷം മൈബോസ് പോലത്തെ സിനിമയായിട്ട് വരുന്നു. മൈബോസ് പോലെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം മൈബോസ് ചെയ്ത് അത് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് മുൻപ് അതിനകത്ത് കുറേ തമാശയ്ക്കുള്ളൊരു നല്ല സിനിമ എന്നേ കരുതിയുള്ളൂ. പക്ഷെ അത് ആൾക്കാർ അതുപോലെ എൻജോയ് ചെയ്ത് അതുപോലെ അതിനെ അങ്ങ് ഏറ്റെടുത്തു. ഇതിനകത്തും കുറേ തമാശയ്ക്കുള്ള സിനിമയാണ്. ഇതിനെ ഏത് ലെവലിൽ ഏറ്റെടുക്കും വേണ്ടേ തീരുമാനിക്കുന്നത് ഓഡിയൻസാണ്. എനിക്ക് കുറച്ച് അപ്കമിങ് പുതുമുഖങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അപ്കമിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാന്നുള്ളത്. പിന്നെ രണ്ടാമത് ഇത് പയ്യന്മാരായിരിക്കണം. കാരണം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ഹീറോയിസോ ഇതുമൊക്കെ വരും. അപ്പോൾ അത് നമുക്കിതിൻ്റെ വേണ്ട, ഒന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, ഈ ലുക്കിൽ പോലും ആ ഗുണ്ടായിസം നമുക്ക് തോന്നരുത്. അപ്പം കണ്ണനെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ്റെ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഇന്നസെൻറ്റ് ഫേസാണ്. പക്ഷെ നമ്മൾ ആ ക്യാരക്ടർ വർക്ക് ചെയ്ത് ഡിഫൈൻ ചെയ്ത് വന്നപ്പോൾ അതിനകത്ത് അവനൊരു ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരാളായിരിക്കണം, കുറച്ച് തലമുടിയൊക്കെ നീട്ടിയിട്ട് അങ്ങനത്തെ ഒരു അപ്പിയറൻസും നമുക്ക് വേണം. അപ്പം ഇതെല്ലാം കണ്ണനിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ അത് കണ്ണനെ ഫിക്സ് ചെയ്തതാണ്. ഇപ്പോൾ അപർണയുടെ ക്യാരക്ടർ എടുത്താലും അപർണയും ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ പ്രാപ്തിയുള്ളൊരു പെണ്ണായിരിക്കണം. കാരണം അപർണയുടെ ക്യാരക്ടർ സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പം കണ്ണനും സ്ട്രോങ് അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയാണ് ഇവർ രണ്ടുപേരെ സെലക്ട് ചെയ്തത്. പിന്നെ ഇവരുടെ കൂടെയുള്ള ബാക്കി കണ്ണൻ്റെ കൂടെയുള്ള 4 സുഹൃത്തുക്കൾ, അതും നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്തെടുത്തതാണ്. ലുക്സിലും പിന്നെ അതുപോലെ തന്നെ അവർക്കും ഉണ്ട്, എല്ലാവർക്കും ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട് അതിനകത്ത്. ആസിഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ഗണപതിക്ക് ഒരു ക്യാരക്ടറുണ്ട്, ഒരു സ്വഭാവമുണ്ട്. വിഷ്ണു ഗോവിന്ദ് ആൻ്റപ്പൻ എന്ന് പറഞ്ഞാൽ അവനൊരു സ്വഭാവമുണ്ട്. ഷെബിന് പത്രോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നു, അവൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ പുതിയതായിട്ട് വരുന്നൊരു പയ്യനുണ്ട് ശരത് സഭ, അവന് ഇതിനകത്ത് വേറൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അപ്പം നമുക്കറിയാം ഈ 5 പേരും 5 സ്വഭാവത്തിൽ 5 രീതിയിലാണ്. പക്ഷേ അവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള ഒരു സംഭവം നമ്മൾ ചെയ്തു കൊണ്ടുവരാൻ ഇങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്തതാണ്. അല്ല, ഇത് ശരിക്കും നമ്മുടെ ഈ സിനിമയിൽ അവർ പെട്ടു പോകുന്നില്ല. അതിന് മുമ്പ് തന്നെ അവർ തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കിത് പറ്റിയ പണിയല്ലാന്ന്. സാധാരണ നമ്മൾ കണ്ടിരിക്കുന്ന സിനിമകൾ മുഴുവൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയുടെ ഇതുകൊണ്ട് കുടുംബത്തിൻ്റെ പശ്ചാത്തലം കൊണ്ട് ഗുണ്ടകളാകുന്നു ആയിട്ട് അവർ വലിയ വലിയ അപകടങ്ങളിലേക്ക് പോയി എത്തി ഒരുപക്ഷെ ഒരു തിരിച്ച് വരവില്ലാതെ ഒരുപക്ഷെ ഒരു ദുരന്തമൊക്കെ ആയിട്ടായിരിക്കും അവരുടെ ജീവിതം അവസാനിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ അങ്ങനെ ഒരു ഏരിയയിലേക്ക് പോകുന്നില്ല. ഇതിനകത്ത്
ഇവർ കിടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് ഒരിക്കലും ആ ലെവലിൽ എത്താൻ പറ്റുമോ പറ്റില്ലയോ എന്നുള്ളൊരു ചോദ്യം. അത് കുറച്ചൊരു ഏരിയ നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാകേണ്ടതാണ്. അത് ഇവർ തന്നെ റിയലൈസ് ചെയ്യുന്ന കുറേ ഏരിയയൊക്കെ ഉണ്ട്. അതിന് പിന്നീട് അവർ വേറെ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ സിനിമ കാണുമ്പോഴേ മനസ്സിലാകാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു പോസിറ്റീവായിട്ടാണ് ഈ സിനിമ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് എൻഡ് ഓഫ് ദ ഡേ ഇതൊരു എൻ്റർടൈനറാണ്. അപ്പോൾ ഒരു എൻഡിങ്ങൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളത്. ഇവരുടെ വളർച്ചയുടെ അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് ഗ്രാമത്തിലും ചർച്ചയുണ്ട്. സപ്പോസ് ഇവർ എറണാകുളത്താണെങ്കിൽ എത്ര പേര് ഇവരെ അറിയും? ഒരു ഗ്രാമത്തിലാവുമ്പോൾ കുറച്ചുകൂടെ ഇങ്ങനത്തെ ആൾക്കാരെ എന്താ പറയുക, അവരെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചർച്ചകളുണ്ടാവും. ഇപ്പോൾ എറണാകുളം ടൗണിൽ ഉണ്ടാകുന്ന കൊട്ടേഷനെ കുറിച്ച് എല്ലാവരും തിരക്കാണ്, അതിന് അറിയാവുന്നൊരു സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ടാവും. ഇവരങ്ങനെയല്ല, ആ ഗ്രാമത്തിൽ തന്നെ ഫേമസാണ്. മനസ്സിലായോ? അപ്പം ഇതുങ്ങളിപ്പോൾ സാധുക്കളാണ് അവിടെ. ഇപ്പോൾ അതിനകത്ത് ചില അതേപോലെ നമുക്കതൊന്നും എക്സ്പ്ലെയിൻ, അവിടുത്തെ ചില പിള്ളേർ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവരെ ബഹുമാനിക്കുന്നില്ല. അതാണ് ഇവരുടെയും പ്രശ്നം. ഇവരും ചോദിക്കുന്നതാണ്, ഇടവ നമ്മളിവിടുത്തെ ഒരു കൊട്ടേഷനും നമ്മളൊരു ബഹുമാനമൊക്കെ ഉണ്ട് എന്ന് പറയുന്നതാണ്. അതൊരു ഗ്രാമത്തിലാണ് കൂടുതൽ വർക്കൗട്ടാകുക. പിന്നെ അതിൻ്റെ ഒരു വിഷ്വൽ ഭംഗി ഇതെല്ലാം കൂടെ വെച്ചിട്ട് തന്നെ. പിന്നെ നമ്മുടെ കഥയിലുണ്ട്, ടൗണിൽ ഓൾറെഡി എറണാകുളം സിറ്റിയിൽ ഒരാളുണ്ട്, അയാളെപ്പോലെ ആവണം. അപ്പോൾ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അത് സിറ്റിയിലാണ്, നമ്മൾ ഗ്രാമത്തിൽ. ഇതൊക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ സിനിമ കാണുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഞാൻ ഇത് ഓൺ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ, പക്ഷേ കൂടെ ആരെങ്കിലും വേണം. കാരണം എനിക്ക് തന്നെ ഇതെല്ലാം കൂടെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി എളുപ്പമല്ല. അപ്പം നമുക്ക് നല്ലൊരു ഗ്രൂപ്പ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പം ഞാനിങ്ങനെ ഗോകുലം പ്രവീണിനെ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ പ്രവീണിന് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു കൊച്ചു പടമാണ്, ഇതൊക്കെയാണ് ബഡ്ജറ്റ്, ഞാനും ഇതിനകത്ത് ഇങ്ങനെ പ്രൊഡക്ഷൻ കണ്ട്, ആർ യു ഇൻട്രസ്റ്റഡ്? പെട്ടെന്ന് തന്നെ അവിടുന്ന് മറുപടി വന്നു, ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിന്ന് സംസാരിച്ചു. അപ്പോൾ എന്നോട് പലരും തുടക്കത്തിൽ ചോദിച്ചു, ഗോകുലത്തിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഗോകുലത്തിനെ വെച്ച് ഇങ്ങനെ കൊച്ചുപടമാണ് ചെയ്തത് അത്. പക്ഷേ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ അടുത്താരും നല്ല കൊച്ചുപടത്തൊന്നും പറഞ്ഞ് വരുന്നില്ല, നല്ല നല്ല കഥകൾ. ഇപ്പം അല്ല കുറേ എന്ത് കഥ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പോൾ ജിത്തു വന്നപ്പോൾ ഞങ്ങളും സർപ്രൈസ്ഡായി. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ലക്ഷ്യം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് 50 കോടി അതല്ല, നമുക്കൊരു നല്ല സിനിമ ചെയ്യണം, ആ നല്ല സിനിമ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് പുറത്തിറക്കണം. അപ്പോൾ അതിനാണ് ഞാൻ നോക്കിയുള്ളൂ. അല്ലാതെ ഇപ്പം ഗോകുലം വലിയൊരു ഗ്രൂപ്പാണ്, ഉടനെ അവരെ വെച്ച് ചെയ്യുമ്പോൾ 50 കോടിയുടെ പടം ചെയ്യാനുള്ള അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു സബ്ജക്റ്റ് ചെയ്തു. അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പടം മാർക്കറ്റ് ചെയ്ത് നമുക്കൊരു നല്ല സപ്പോർട്ട് വേണം, അത് ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമുക്ക് അവർ തയ്യാറായി, ഞങ്ങളുടെ കൂടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നു. അവരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഇപ്പോഴും അവരും ഹാപ്പിയാണ്. നമ്മൾ പറഞ്ഞ ഡേറ്റ്സിലും പറഞ്ഞ ബഡ്ജറ്റിലും ഒക്കെയാണ് സിനിമ തീർക്കുന്നത്. അപ്പം പിന്നെ അതൊരു നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളൊരു കമ്പനിയാണ്. സ്വാഭാവികമായിട്ടും അവർ സിനിമയിലേക്ക് സീരിയസ് ആയിട്ട് അങ്ങനെ ഒരു വിങ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മളങ്ങനെ ഇത് ചെയ്തതാണ്. അല്ലേ, ഞാൻ പറഞ്ഞ കുടുംബ സിനിമ ആകുമ്പോഴും ഇതിനകത്ത് യൂത്തിൻ്റെ കഥയാണ്. ഈ 5 ചെറുപ്പക്കാരും പെൺകുട്ടിയുടെ കഥയാണ്. ഇവരുടെ കഥയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് യൂത്തിനെ അട്രാക്റ്റ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം പക്ഷേ ഫാമിലി ചിന്തിക്കേണ്ട കാര്യമില്ല, ഇത് ഞങ്ങൾ ഇത് പിള്ളേരുടെ വേണ്ടി അടിപ്പടമാണ് അല്ല. ഇതിനകത്ത് ഫൈറ്റോ എന്നുള്ളതൊന്നുമല്ല. ഇതിനകത്ത് ബേസിക്കലി ഇത് അവരുടെ ഒരു ജീവിതം രസകരമായിട്ട് പറയുന്നു. അതുകൊണ്ട് ഇത് ചെറുപ്പക്കാരുടെ സിനിമയാണ്, ഫാമിലിയുടെ സിനിമയാണ്, പെൺകുട്ടികൾക്ക് വന്ന് കാണാവുന്ന സിനിമയാണ്. കാരണം ഇതിനകത്ത് പൂർണിമ എന്ന് പറഞ്ഞ അപർണ ബാലമുരളി ചെയ്യുന്ന ക്യാരക്ടർ ഹീറോയ്ക്കൊപ്പം നിൽക്കുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ഹീറോയിനും തുല്യമായ പ്രാധാന്യമുണ്ട് ഇതിൽ. അപ്പോൾ ഇത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും പിള്ളേർക്ക് വന്നാൽ അവരെ എൻജോയ് ചെയ്യാവുന്നുള്ള ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അതല്ല നമ്മൾ തൻ്റേടി എന്ന് പറയുന്നതിനേക്കാൾ ഏറെ അപർണ നല്ലൊരു പെർഫോമറാണ്. തൻ്റെ ഇടം ചിലപ്പോൾ ഇതിനകത്ത് ഇതിനു മുമ്പ് പല ആർട്ടിസ്റ്റും ചെയ്തിട്ടുണ്ട്. ഒരുവിധം എന്താ പറയുക, കുറേ എന്താ പറയുക, നമ്മുടെ ഹീറോയിൻസ് തൻ്റെ ഇടത്തോടെയുള്ള വേഷങ്ങൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അപർണ കുറച്ച് തൻ്റെ ഇടത്തുള്ള വേഷങ്ങൾ ചെയ്തതുകൊണ്ടല്ല ഇത് വിളിച്ചത്. അപർണയ്ക്ക് ഇത് പെർഫോം ചെയ്തെടുക്കാവുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണെന്നുള്ളതാണ്. അതിന് തൻ്റെ ഇടം ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞങ്ങളുടെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതതായിരുന്നില്ല. അപർണനെ സെലക്ട് ചെയ്യാനുള്ള കാരണം അതായിരുന്നില്ല. ബിക്കോസ് ഷീ ഈസ് എ ഗുഡ് ആക്ട്രസ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. പിന്നെ ഓഡിയൻസിന് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഇവിടെ ഈ ഫൈറ്റ്സിനകത്ത് ആ ഇഷ്ടം നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപർണനെ കാസ്റ്റ് ചെയ്തത്. അല്ല, ഇത്
ആദ്യമൊക്കെ മുമ്പേ മനസ്സിലുണ്ടായിരുന്ന തോട്ട് വന്നു കഴിഞ്ഞ് കുറേ നാളുകൊണ്ടാണല്ലോ സബ്ജക്റ്റ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ലാൽ സാറിന് വെച്ചൊരു സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. കഥ ലാൽ സാറിനോട് പറഞ്ഞിട്ട് എത്ര ആളായെന്നറിയാം. പക്ഷേ അതൊരു സ്ക്രിപ്റ്റാക്കി എടുക്കാൻ അതിൻ്റേതായ സമയം വേണം എനിക്ക്. അതുകൊണ്ട് ഞാനത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എനിക്ക് വേണ്ടത് 1-2 സിനിമകൾ മാത്രമേ പെട്ടെന്ന് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്നല്ല, ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം സ്ക്രിപ്റ്റ് എഴുതാൻ ഇപ്പോൾ 1.5 മാസം 2 മാസം കൊണ്ട് എഴുതും. പക്ഷേ അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ലോങ് പ്രോസസ്സ് എൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത് എനിക്ക് വേണമെങ്കിൽ 1.5 വർഷമായിട്ട് മനസ്സിലുണ്ടായിരുന്നു. ആദ്യം ഇതിന് കുറച്ച് വേറെ ഒരു രീതിയിലായിരുന്നു കഥ പോയിരുന്നത്. പിന്നീട് അത് ഹ്യൂമർ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് വേറെ രീതിയിലേക്കൊക്കെ അത് മാറ്റി അതങ്ങനെ രൂപാന്തരപ്പെട്ട് വന്നു. അപ്പോൾ അതിൻ്റെ സമയം എടുത്തു. ഒരു 1.5-2 വർഷമായി. ഇതിൻ്റെ ഛായാഗ്രഹണം നമ്മുടെ സതീഷ് കുറുപ്പാണ്. അപ്പോൾ ആദ്യം കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു എൻ്റെ ഹിന്ദി സിനിമയിൽ പുള്ളി തന്നെയായിരുന്നു. പിന്നെ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അനിൽ ജോൺസൺ, എഡിറ്റർ അയൂബ്, ലിൻഡ ഓഫ് കോഴ്സ് കോസ്റ്റ്യൂം പുള്ളിക്കാരത്തിയാണ്, ആർട്ട് സാബു. ഇതിനകത്തൊരു പുതിയ ആൾ വരുന്നത് ഞങ്ങളുടെ ടീമിലല്ലാതെ വരുന്നത് മ്യൂസിക് ഡയറക്ടറാണ്. കാരണം ഇതിനകത്ത് 2 സോങ്സ് ഉണ്ട്. ഒരെണ്ണം ഭയങ്കര ഒരു ഫീൽ ഗുഡ് സോങ്ങും ഒരെണ്ണം ഒരു അടിച്ചുപൊളി ഒരു കോമിക് കൈൻഡ് ഓഫ് ഒരു സോങ്ങും. അത് രണ്ടും അരുൺ വിജയ് എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ സെക്കൻഡ് ഫിലിമാണ്. ആദ്യത്തേത് പുള്ളി പ്രാണയാണ് ചെയ്തത്. അതാണ് എൻ്റെ മെയിൻ ടെക്നീഷ്യൻസ്. അതിനകത്ത് പുതുമയുള്ളത് പുതിയതായിട്ട് വന്നിരിക്കുന്നത് മ്യൂസിക് ഡയറക്ടറാണ് അരുൺ വിജയ്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ പണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊരു പേടിയായിരുന്നു, ഇത്രയും പൈസ മതി ചെയ്തിട്ട് ഇതെങ്ങനെ റിക്കവർ ചെയ്യും. ഞാനെപ്പോഴും ഒരു പ്രൊഡ്യൂസർ ആംഗിളിൽ നിന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പക്ഷേ അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, കഥകളും ഉണ്ട്. പക്ഷേ അത് എനിക്ക് സമയം വേണം. അപ്പം നമ്മൾ സമയമെടുത്ത്, കാരണം അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിനകത്തേക്ക് നമ്മൾ 1.5 വർഷമൊക്കെ മാറ്റി വെച്ച് ഫുൾ സ്വിങ്ങിൽ അതിൻ്റെ കൂടെ നിന്ന് പ്രീ പ്രൊഡക്ഷൻ. എല്ലാ സിനിമയ്ക്കും നമ്മൾ അത്യാവശ്യം അങ്ങനത്തെ പ്രീ പ്രൊഡക്ഷൻ ഇത് അതിന് കൂടുതൽ ആവശ്യം ഉള്ളതാണ്. അപ്പോൾ മനസ്സിൽ ഉണ്ട്, നടക്കുമില്ലയൊന്നും എനിക്കറിയില്ല, ചിലപ്പോൾ നടക്കുമായിരിക്കും. അപ്പം അത് ഡെവലപ്പ് ചെയ്ത് വന്ന് ഒരു പ്രൊജക്റ്റ് ആവാനൊക്കെ അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ, സമയമെടുക്കും. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതായിരുന്നു ഇത്രയൊക്കെ പൈസ മുടക്കിയിട്ട് ഇതെങ്ങനെ തിരിച്ചു പിടിക്കും. ഇതൊരു നമ്മുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് ഒരാളെ നശിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പം അതിനുള്ളൊരു എന്താ പറയുക, ഒരു അന്തരീക്ഷം ആണ്, നല്ലൊരു അന്തരീക്ഷം ഉണ്ട് ഇപ്പം അങ്ങനത്തെയൊക്കെ സിനിമകൾക്ക്. അപ്പോൾ അതിനുള്ള മാർക്കറ്റിംഗ് എങ്ങനെ, അതിൻ്റെ ഒരു എങ്ങനെ റവന്യൂ അതിന്, അല്ലെങ്കിൽ എങ്ങനെ പൈസ തിരിച്ചു പിടിക്കാം എന്നൊക്കെയുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം ഒത്തു വന്നാൽ ചിലപ്പോൾ ചെയ്യും എന്ന് കരുതി അത് ചെയ്തേ പറ്റൂ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് പേര് ചെയ്യുന്നതെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഈ ഗ്രാഫിക്സിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഗ്രാഫിക്സിൻ്റെ ഒരു റേറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിൻ്റെ ഫുൾ ക്വാളിറ്റി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഭയങ്കര ഹെവിയാണ്. ഞാനിപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് വേണ്ടത് ഒന്ന് സമയം, നല്ല സമയമെടുത്ത് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യണമെങ്കിൽ അതിന് ഭയങ്കരമായ അതിൻ്റെ ഒരു ബഡ്ജറ്റിങ്. നമുക്കിപ്പോൾ ചെയ്യുന്നത് പുറത്ത് കൊണ്ടുപോയി ചെയ്യാം, പക്ഷേ പുറത്ത് കൊണ്ടുപോയി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റേറ്റ് ഭയങ്കര. പുറത്തുള്ളവർ ആക്ച്വലി നമ്മുടെ ഇതിനകത്ത് കൂടുതലും ലേബറും ഒക്കെ കണക്റ്റഡാണ്, നമ്പർ ഓഫ് ആൾക്കാർ കൂടുതൽ വേണം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോളിവുഡിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്യുക, അതാണ്. അപ്പം നമുക്ക് ആ ഒരു ബഡ്ജറ്റ് താങ്ങാനുള്ള ഒരു ഇത് മലയാളത്തിനായിട്ടില്ല. കാരണം മലയാളം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു സ്കെയിൽ പോലത്തെ ഒരു കേരള എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. മേ ബി ഒരു ഹിന്ദിക്കൊക്കെ പറ്റും. പക്ഷേ അപ്പോഴും നല്ല പ്ലാനിങ് വേണം. അത് വളരെ സമയമെടുത്ത് ചെയ്ത്. അപ്പം ഞാനന്ന് ഈ നമ്മുടെ ചെയ്യുന്ന പയ്യനോട് പറഞ്ഞു ചേട്ടാ, ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്താലും നമുക്കതിൻ്റെ ഒരു റിസൾട്ട് അറിയണമെങ്കിൽ ഇത് കൊണ്ടുപോയി ഈ പറഞ്ഞ DAയിൽ പോസ്റ്റ് ചെയ്ത് അവിടെ ചെല്ലുമ്പോഴും വീണ്ടും കറക്ഷൻ ഉണ്ടാകുമായിരിക്കും. അത് വീണ്ടും കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണമ്പം അതുപോലെ സമയമെടുക്കണം. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും അതിനുള്ള സമയമില്ല. കാരണം പടത്തിൻ്റെ കഥയാകുന്നതിന് മുമ്പ് റിലീസിങ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അതൊക്കെ മാറും. എനിക്ക് തോന്നുന്നത് വലിയ വലിയ പടങ്ങൾ വരുമ്പോൾ അങ്ങനെ അത്രയും സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.